ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കട്ടൻ ചായ 186 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു. സബ്സ്ക്രൈബേഴ്സ് 4364 പേരായി എന്നുള്ള സന്തോഷ വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കാം. അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ പടത്തിൽ കാണുന്നത് ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇണക്കിയിരിക്കുന്നതാണ്. അടുക്കളയിൽ അതിനൊരു പ്രത്യേക ഭാഗം അതിനായിട്ട് തന്നെ നമ്മൾ വെച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ സ്റ്റൗവിൻ്റെ പുറത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് 2 ഗ്ലാസ് വെള്ളമാണ്. 2 ഗ്ലാസ് വെള്ളത്തിന് ഒഴിക്കാനായിട്ടൊരു ചെരുവൻ, ചായ കുടിക്കാനൊരു കപ്പ്, ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് എന്ന് പറയുന്ന ബ്രാൻഡ് ലോങ് ലീഫ് ടീ അതാണ് ഉപയോഗിക്കുന്നത്. അത് എടുത്തു വച്ചിരിക്കുന്നു 1 സ്പൂൺ. അടുത്തത് ഇഞ്ചി അരിഞ്ഞു വച്ചിരിക്കുന്നു ഒരു ബൗളിൽ. നെക്സ്റ്റ് ബൗളിൽ നമ്മൾ കറുവാപ്പട്ട അത് കാണിക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ കറുവാപ്പട്ടയുടെ പൊടി, റെഡിമെയ്ഡ് പൊടി കിട്ടുന്നുണ്ട്, സിനമൺ പൗഡർ എന്നുള്ള പേരിൽ. ഏലക്ക ഉണ്ട്, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഈ പടത്തിൽ കാണുന്നത് ഷുഗർ ഫ്രീ സ്വീറ്റ്നറാണ്. ദാറ്റ് മീൻസ് പഞ്ചസാര രഹിത മധുരം. ഇത് ഫിൽറ്ററിങ് യൂണിറ്റ്, ഫിൽറ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ. ഇത് സ്റ്റൗവ്. ഈ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നു. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ചതിന് ശേഷം സ്റ്റൗ കത്തിക്കുന്നു. സ്റ്റൗ കത്തിച്ചതിന് ശേഷം പാത്രം എടുത്ത് സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ചു. ഇത് നമ്മൾ തീയുമായിട്ടുള്ള കളിയായതുകൊണ്ട് സ്വല്പം സൂക്ഷിച്ചൊക്കെ ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ ഇഞ്ചി അരിഞ്ഞതിട്ടു. അതിന് പുറകെ ഏലക്ക അരിഞ്ഞതിട്ടു. ഇട്ടു എന്ന് പറഞ്ഞ് ഇട്ടു. അതെ, അതിട്ടു. ഏലക്കായും ഇഞ്ചിയും ഇട്ടു. ഇനി പൗഡർ, അതായത് കറുവാപ്പട്ട പൊടിച്ച പൗഡർ സ്വല്പം ഇട്ടു. കുഞ്ഞ് സ്പൂൺ, ഒരു നുള്ള്. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണത്. അപ്പോൾ അതും ഇട്ടു. നമ്മൾ ഇതിൻ്റെ ഈ തടി തന്നെ ഇടുന്നതും ഈ പൊടിച്ചിടുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് ടേസ്റ്റിന്. ഇനി ഇത് തിളയ്ക്കുന്നവരെ ചൂടാക്കണം. അപ്പോൾ അത് ഒന്ന് പിടിക്കുന്ന സാധനമാണ്. ഇപ്പോൾ പിടിച്ചൊന്ന് ഇളക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നിന്നിട്ട് ഇളക്കുക. അപ്പോൾ എല്ലാം ഒന്ന് ഇളകി യോജിച്ച് വരണമല്ലോ. ഈ പ്രോഗ്രാം 155 ഇന്നലെ കാണിച്ചു, 156 ഇന്ന് കാണിക്കുന്നു. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു പ്രത്യേക സൈസ് ഒരു പ്രോഗ്രാമാണ്. ആദ്യത്തെ ഭാഗം കുക്കിംഗ് ആണ്, രണ്ടാമത്തെ ഭാഗം പ്രയറാണ്. അതായത് ഈ ചായ ഇത് ഞാൻ തുടങ്ങിയപ്പോൾ, കട്ടൻ ചായ എന്ന് പറയുന്ന പ്രോഗ്രാം തുടങ്ങിയപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സ്വല്പം ചായ കുടിക്കുക എന്നുള്ള പരിപാടി അതുമായിട്ട് കണക്ട് ചെയ്താണ് ഈ സംഭവങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. പിന്നെ അതിൻ്റെ കാലക്രമത്തിൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊരു പ്രത്യേക രീതിയിലേക്ക് മാറി. അപ്പോൾ അത് എല്ലാ ദിവസവും ഇതിനകത്ത് പ്രശ്നങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. അതായത് നമുക്കിത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പ്രോഗ്രാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ പിന്നെയും അതിൻ്റെ അകത്ത് 5-6-7 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അപ്ലോഡായി വരുന്നത്. അതിൻ്റെ മൊബൈലിലെ കപ്പാസിറ്റി കുറഞ്ഞിട്ടായിരിക്കാം. അപ്പം നമ്മൾ ചായയിൽ ഇട്ടു, അതിന് മൂടി വെച്ചു. മൂടി വയ്ക്കാനൊക്കെ നമുക്ക് ഈയിടെ മനസ്സിലായത്, അത് വായിച്ച് നോക്കിയപ്പോൾ അതിലെഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ പഞ്ചസാര രഹിത മധുരം അതിൻ്റെ 2 സ്പൂൺ എടുത്ത് മഗ്ഗിനകത്തേക്ക് ഇട്ടു. അതാണ് നമുക്ക് അരിക്കാനായിട്ടുള്ള, ചായ അരിക്കാൻ ഉപയോഗിക്കുന്ന ജാറിൽ മഗ്ഗിലേക്ക് ഇട്ടു. അതിലേക്ക് അരിപ്പ എടുത്ത് വെച്ചു. അതിനുശേഷം ചായ തിളച്ച് 5 മിനിറ്റ് നമ്മൾ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് കളറിൻ്റെ വ്യത്യാസം വയ്ക്കുള്ളത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മളതെടുത്തു അരിക്കാനായിട്ട് ആ അരിപ്പയിലേക്ക് ഒഴിച്ചു. നല്ല ഹാർഡ് കളറായി. തേയില എത്ര സമയം കൂടുതലിരിക്കുന്ന അത്രയും അതിൻ്റെ കടുപ്പം കൂടിക്കൊണ്ടിരിക്കും. ഇത് ആ കപ്പിലേക്ക് ഒഴിക്കുന്ന രംഗമാണ്.
കപ്പിലേക്ക് ഒഴിക്കുക എന്നുള്ള അതായത് നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ചായ നമ്മളുണ്ടാക്കി, ഇനി ചായ കുടിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കണം. അതിന് വേണ്ടിയിട്ട് ടേബിളിൽ കൊണ്ടുവയ്ക്കണം. അടുക്കളയിൽ നിന്ന് അപ്പുറത്തെ ടേബിളിൽ അതൊന്ന് സജ്ജീകരിച്ചിട്ടുണ്ട്. വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചായ അവിടെ കൊണ്ടുവച്ചു, മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ഇനി ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നു. ഭയങ്കര ആദരവോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പ്രാർത്ഥന ഭയങ്കര ഗൗരവമായിട്ട് ചെയ്യുന്ന കാര്യമാണിത്. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് നമുക്ക് വചനം തരുന്നത് ഫാദർ മാത്യു വയലാമണ്ണിലച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങാണ്. അതായത് 15-ാം തീയതി, ജൂലൈ 15-ാം തീയതി നടത്തിയ പ്രോഗ്രാമിനോട് അനുബന്ധിച്ച് നടത്തിയ പ്രാർത്ഥനയാണ് നമ്മുടേത്. അതിന് വചനം, ഇന്നത്തെ വചനം സംഖ്യയുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 1, 2, 3, 4, 31, 32, 33 അത് ബൈബിളിൽ ഞാനത് എടുത്ത് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് വായിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു പ്രത്യേക സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ ലെന്തിയാണ്, ഞാൻ വായിക്കാം. സംഖ്യ അധ്യായം 16, 1 മുതൽ. ലേവിയുടെ മകനായ കൊഹാത്തിൻ്റെ മകൻ ഇസ്ഹാറിൻ്റെ മകനായ കോറഹും റൂബൻ ഗോത്രത്തിലെ ഏലിയാവിൻ്റെ പുത്രന്മാരായ ദാത്താൻ, അബീറാം എന്നിവരും ബലത്തിൻ്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ 250 പേരും മോശയെ എതിർത്തു. അവർ മോശയ്ക്കും അഹ്റോനും എതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു, നിങ്ങൾ അതിര് വിട്ടുപോകുന്നു. സമൂഹം ഒന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്. കർത്താവ് അവരുടെ മധ്യേ ഉണ്ട്. പിന്നെന്തിന് നിങ്ങൾ കർത്താവിൻ്റെ ജനത്തിനു മീതെ നേതാക്കന്മാരായി ചമയുന്നു? ഇത് കേട്ടപ്പോൾ മോശ കമിഴ്ന്നു വീണു. അടുത്ത ഭാഗം. മോശ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് താഴെ നിലം പിളർന്നു, ഭൂമി വാപിളർന്നു. കോറഹിനെയും അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളോടും വസ്തുവകകളോടും കൂടെ വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ബന്ധപ്പെട്ടവരും ജീവനോടെ പാതാളത്തിൽ പതിച്ചു. ഭൂമി അവരെ മൂടി. അങ്ങനെ ജനമധ്യത്തിൽ നിന്നും അവർ അപ്രത്യക്ഷരായി. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.